അതിർത്തിയിൽ യുദ്ധത്തിന്റെ കടുത്ത അശാന്തിയും മിസൈൽ ആക്രമണങ്ങളും തുടരുമ്പോഴും ഭയത്തിന് വഴിപ്പെടാതെ വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യവുമായി തെക്കൻ ലബനനിലെ ഒരു കൂട്ടം കുരുന്നുകൾ. തെക്കൻ ലബനനിലെ ക്രൈസ്തവ ഗ്രാമമായ രമേഷിൽ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളുടെ ഭീതി നിലനിൽക്കെയാണ് 50-ലധികം കുട്ടികൾ ഒരുമിച്ച് തങ്ങളുടെ ആദ്യ കുർബാന സ്വീകരിച്ചത്. യുദ്ധക്കെടുതികൾക്കിടയിലും ഗ്രാമത്തിലെ ജനങ്ങൾ പുലർത്തുന്ന അടിയുറച്ച വിശ്വാസത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രത്യാശയുടെയും പ്രകടനമായി ഈ തിരുക്കർമ്മങ്ങൾ മാറി. മെയ് 31 ഞായറാഴ്ച രാവിലെ ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾ നടക്കാനിരിക്കെയാണ് ജനവാസ മേഖലയ്ക്ക് മുകളിലൂടെ മിസൈൽ ആക്രമണമുണ്ടായത്. വലിയ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കാണ്. ആക്രമണത്തെക്കുറിച്ച് മുനിസിപ്പാലിറ്റി മേധാവി ഹന്ന അൽ അമീൽ പ്രാദേശിക മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഞായറാഴ്ച രാവിലെ ജനങ്ങൾ താമസിക്കുന്ന വീടുകൾക്ക് നടുവിലേക്കാണ് ഒരു മിസൈൽ വന്നു പതിച്ചത്. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരു വൻ ദുരന്തം ഒഴിവായത്. തങ്ങളുടെ ഗ്രാമത്തിൽ സൈനിക താവളങ്ങളോ സായുധ സംഘങ്ങളോ ആയുധങ്ങളോ ഇല്ല എന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ജനങ്ങൾക്ക് തങ്ങളുടെ മണ്ണിൽ സമാധാനത്തോടെ ജീവിക്കാൻ മാത്രമാണ് ആഗ്രഹമെന്നും സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്ന നടപടികളിൽ നിന്ന് പിന്തിരിയണമെന്നും അഭ്യർത്ഥിച്ചു. തെക്കൻ ലബനനിലെ ക്രൈസ്തവ ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ട് നടക്കുന്ന തുടർച്ചയായ മിസൈൽ ആക്രമണങ്ങൾ പ്രദേശവാസികളിൽ വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രമുണ്ടായ ആക്രമണത്തിൽ മർജിയൂൺ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് കടുത്ത നാശനഷ്ടം സംഭവിച്ചിരുന്നു. അതേസമയം ആക്രമണത്തിൽ സെന്റ് ജോർജ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിന്റെ വലിയൊരു ഭാഗം തകർന്നിരുന്നു. സേക്രഡ് ഹാർട്ട്സ് ഹൈസ്കൂളിന്റെ പരിസരത്തും കെട്ടിടത്തിന് മുകളിലും മിസൈൽ പതിച്ച് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉറപ്പില്ല, എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദ്യ കുർബാന സ്വീകരിച്ച ഒരു കുട്ടിയുടെ പിതാവും പ്രദേശവാസിയുമായ റിസ്കില്ലാലം വാർത്താവിഭാഗമായ ACIയോട് പറഞ്ഞു. 2023 ഒക്ടോബർ 8 മുതൽ തങ്ങൾ യുദ്ധത്തിന്റെ നിഴലിലാണ് ജീവിക്കുന്നതെന്നും കുട്ടികളും മാതാപിതാക്കളും കടുത്ത ആശങ്കയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സുരക്ഷ മുൻനിർത്തി ആദ്യ കുർബാന ചടങ്ങുകൾ മാറ്റിവെക്കാൻ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഈ പ്രതിസന്ധി ഘട്ടത്തിലും കുഞ്ഞുങ്ങൾക്ക് ദിവ്യകാരുണ്യം നൽകണമെന്ന ലക്ഷ്യത്തോടെ വികാരിയച്ഛൻ തിരുക്കർമ്മങ്ങളുമായി മുന്നോട്ടു പോകുകയായിരുന്നു. ചുറ്റും ആക്രമണം നടക്കുമ്പോഴും ഭയത്തിന്റെ ഇരുട്ടിൽ അൾത്താരയ്ക്ക് മുന്നിൽ കൈകൾ കൂപ്പി പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിക്കുന്ന ഈ കുരുന്നുകൾ തെക്കൻ ലബനന്റെ അതിജീവനത്തിന്റെയും അചഞ്ചലമായ ക്രൈസ്തവ വിശ്വാസത്തിന്റെയും പ്രതീകമായി മാറിയിരിക്കുകയാണ്.